6-ാം നൂറ്റാണ്ടിൽ ആരൊക്കെയോ അവനവന്റെ ബോധത്തിനനുസരിച്ച്, ബോധ്യത്തിനും അറിവിനും അനുസരിച്ച് കിട്ടിയ ഡേറ്റാസ് വെച്ചിട്ട് എഴുതിയ പുസ്തകങ്ങൾ കാണാപ്പാഠം പഠിച്ച് ബൗദ്ധിക നിലവാരമുള്ള ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ചിലപ്പോൾ ചോദിച്ചെന്ന് വരും, നിനക്കൊരു തട്ടം വാങ്ങിക്കാൻ പൈസയില്ലേ? നിനക്ക് തട്ടം ഞാൻ വാങ്ങിച്ചു തരാം. ചിലപ്പോൾ ബീച്ചിലും അതുപോലെ പാർക്കുകളിലും ഒക്കെ പോയിട്ടൊന്ന് ഒളിഞ്ഞു നോക്കിയെന്നിരിക്കും. അവർ കെട്ടിപ്പിടിക്കുന്നത് അന്യപുരുഷനെയാണോ അന്യ സ്ത്രീയാണോ, ഇവർ ഭാര്യയാണോ ഭർത്താവാണോ? അവരോടൊക്കെ പോയി വേണമെങ്കിൽ ചോദിച്ചെന്നും ഇരിക്കും, മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? അതല്ലെങ്കിൽ നിന്റെ വാപ്പയാണോ, ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ കയ്യിൽ? സഹോദരനാണോ, റേഷൻ കാർഡ് ഉണ്ടോ കയ്യിൽ എന്ന് ചോദിച്ചെന്നിരിക്കും. കാരണം 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര കിതാബ് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ തലച്ചോറൂരി അവിടെ പണയം വെച്ചിട്ട് ചിന്താശേഷി നഷ്ടപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഇവർ മാറുന്നു. കാലം മാറും. ഇത് സിറിയയോ പാകിസ്ഥാനോ അഫ്ഗാനോ ഒന്നുമല്ല. പെണ്ണൊരുത്തി തലയിൽ തുണി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ ഒലിച്ചു പോകുന്നതാണോ നിങ്ങളുടെ ഈമാൻ? അവളുടെ തലമുടി കണ്ടാൽ ഉടനെ തന്നെ ഉദ്ധാരണമുണ്ടായി കയറി പിടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകുമോ നിങ്ങൾക്ക്? ഒരു യുവ ഉസ്താദ് പഠിച്ചിറങ്ങി, എന്നിട്ട് ഓരോ പാർക്കിലും ബീച്ചിലും ഓരോ വ്യക്തികളുടെയും സൂക്ഷ്മ നിരീക്ഷണം വെച്ചിട്ട് ഡിജിറ്റൽ ക്യാമറയുമായി നടക്കുവാണ് സദാചാര പോലീസിംഗ് ചമഞ്ഞ്. സോഷ്യൽ മീഡിയ എടുത്തിട്ട് അലക്കിയപ്പോൾ ഇപ്പോൾ ദാ മോങ്ങിക്കാറി വന്നിട്ടുണ്ട്. കണ്ടു. ഇന്ന് സമൂഹ മാധ്യമത്തിൽ ഒരു ഉസ്താദിന്റെ കരച്ചിൽ വല്ലാതെ വൈറലാണ്. മുമ്പൊക്കെ സൂചിപ്പിച്ചിരുന്ന ചില ഗൗരവമേറിയ വസ്തുതകളാണ് വീണ്ടും നിങ്ങളെ ഉണർത്താനുള്ളത്. ഇതൊരു കോമ്പറ്റീഷൻ മേഖലയാണ്. ഇന്നത്തെ യുവത എന്ന് പറയുന്നത് അവരിടപെടുന്ന എല്ലാ മേഖലകളും കോമ്പറ്റീഷനാണ്. ഇവിടെ ആർട്ടിഫിഷ്യൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ള ആളുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ഇങ്ങനെ പല മേഖലകളിലുമുള്ള, ഇപ്പൊ മരിച്ചുപോയ ആളുകളെയൊക്കെ ജീവിപ്പിക്കുന്ന വീഡിയോസ് നമ്മൾ കാണാറില്ലേ? ഡോക്ടർ, എഞ്ചിനീയേഴ്സ്, PG കഴിഞ്ഞ് വീണ്ടും പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത് അടുത്ത ഗ്രാജുവേഷൻ എടുത്ത് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയിലേക്ക് 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര കിതാബ് കാണാപ്പാഠം പഠിച്ചിറങ്ങിയാൽ അവരുടെ അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ അസ്കർ അലി പറഞ്ഞതുപോലെ, എൻ്റെ കൂടെ പഠിച്ച, എൻ്റെ കൂടെ കളിച്ച, എൻ്റെ കൂടെ വളർന്ന, നമ്മൾ തല്ലുകൂടിയും തടവിയും കളിച്ചും വളർന്ന എൻ്റെ ഒപ്പമുള്ള എൻ്റെ സഹോദരങ്ങൾ, കൂട്ടുകാർ, കുടുംബക്കാരൊക്കെ പഠിച്ചു വലിയ ഉദ്യോഗസ്ഥരായി മാറുമ്പോൾ, രാജ്യത്തെ സേവിക്കുമ്പോൾ, സൈനികരാകുമ്പോൾ, മേധാവിമാരാകുമ്പോൾ, ഡോക്ടറാകുമ്പോൾ, എഞ്ചിനീയർമാര്, കളക്ടർമാര്, പ്രൊഫസർമാര്, സയന്റിസ്റ്റുകൾ, പൈലറ്റ്, ഇങ്ങനെ വിവിധ മേഖലകളിൽ അവരുടെ കഴിവും മികവും തെളിയിക്കുമ്പോൾ ഞാൻ പല്ലിയെ ഒറ്റയടിക്ക് എങ്ങനെ കൊല്ലാമെന്ന് പഠിക്കുന്നു. 6-ാം നൂറ്റാണ്ടിലെ ആ പ്രവാചകന്റെ 53 വയസ്സില് 6 വയസ്സുകാരിയെ കെട്ടിയതിനെ എങ്ങനെ ന്യായീകരിക്കാം, എങ്ങനെ തേച്ച് വെളുപ്പിക്കാം, എങ്ങനെ മിനുക്കാം, പെയിന്റ് അടിക്കാം എന്ന് പഠിക്കുന്നു. അതെ, മുമ്പ് ഇപ്പൊ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി നമ്മൾ വൈറൽ താരമാണ് എന്ന് പറഞ്ഞ ഉസ്താദ് കോഴിക്കോട് ബീച്ചിലേക്ക് ചെല്ലും. ആരുമില്ലാത്ത സമയത്താണ് ഒരു അന്യ പുരുഷനും അന്യ സ്ത്രീയും കൂടി അടുത്തിരുന്ന് കെട്ടിപ്പിടിക്കുന്നോ, അവര് സംസാരിക്കുന്നോ, അവര് ചിരിക്കുന്നോ, കളിക്കുന്നോ ഒക്കെയാണ് ഉസ്താദ് പറയുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ആരുമില്ലാത്ത സ്ഥലത്ത് സമയത്ത് എന്തിനാണ് ഉസ്താദ് അവിടെ ചെന്നത് എന്നതൊരു ചോദ്യമാണ്. ഇവർ അന്യ പുരുഷനും അന്യ സ്ത്രീയുമാണ് എന്ന് ഉസ്താദ് മനസ്സിലാക്കിയ മാനദണ്ഡം എന്താണ് എന്നും ഒരു ചോദ്യമാണ്. അതായത് ഇത്തരം നിഷ്കളങ്കന്മാരായിട്ടുള്ള ഉസ്താദുമാർ അല്ല, പൊട്ടത്തരങ്ങളും വിഡ്ഢിത്തങ്ങളും 6-ാം നൂറ്റാണ്ടിലെ കെട്ടുകഥകളും മാത്രം പഠിച്ചു വെച്ചിരിക്കുന്ന ആളുകൾ ഇങ്ങനെ ഒരു മികവാർന്ന ഒരു യുവതലമുറയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ, സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവർക്ക് ഇതൊക്കെ വലിയ അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വൈറലായ മുബീന നിജാസ് എന്ന് പറയുന്ന ഐൻസ്റ്റീൻ താത്തയെ പോലെ തന്നെ 3 നേരവും മതം പുഴുങ്ങി തിന്നു. അവളുടെ സ്വകാര്യതകൾ വന്നപ്പോൾ അവൾ മതം ഉപേക്ഷിച്ചു. അവൾക്ക് ആ സമയത്ത് പ്രോഡക്റ്റുകളുടെ പരസ്യങ്ങൾ വേണമായിരുന്നു, ലിപ്സ്റ്റിക്കുകള്, അങ്ങനെ ഓരോരോ ഫേഷ്യൽ ചെയ്യുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ട് അവൾ പണമുണ്ടാക്കി. പല ഷോപ്പിംഗ് മാളുകളുടെയും പരസ്യം കാണിച്ച് അവൾ പണമുണ്ടാക്കി. തട്ടമിട്ട് അവൾ ഡാൻസ് ചെയ്തു, ആടി പാടി എല്ലാം ചെയ്തു. അവളും അവളുടെ കെട്ടിയോനും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് അവൾ അടിച്ച് പൊളിച്ച് കോടികൾ ഉണ്ടാക്കി ഫ്ലാറ്റൊക്കെ വാങ്ങിച്ചിട്ട്
കെങ്കേമമായിട്ട് ജീവിച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഇപ്പോഴും അതൊക്കെ ചെയ്ത് തന്നെ ജീവിക്കുന്നുണ്ട്. ഇപ്പൊ അവള് മേക്കപ്പ് ഉപേക്ഷിച്ചു, അതുകൊണ്ട് എല്ലാവരും മേക്കപ്പ് ഉപേക്ഷിക്കണം. അവള് തട്ടമിട്ട് തുള്ളിമറിയൽ ഉപേക്ഷിച്ചു, അതുകൊണ്ട് ഇനി ആരും തുള്ളരുത്. എന്ത് ചെയ്യാനാ? വിവരമില്ലാതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ വാഴകളെയൊക്കെ? ഒരു രക്ഷയുമില്ല. എന്നിട്ട് അവളിപ്പോ തേച്ചു മിനിക്ക് മുന്നോട്ട് വന്നു കണ്ടില്ലേ, തട്ടമിട്ട് ഒരു പെൺകുട്ടി ഡാൻസ് കളിച്ചു പോയി. ആ കൊച്ചിനില്ലാത്ത വേദനയാണ് ഇവൾക്ക്. ഇവള് തുള്ളി മറിഞ്ഞപ്പോൾ ഇവളുടെ കുടുംബത്തിലെ ആരെങ്കിലും ഇവളോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിരുന്നെങ്കിലോ? തട്ടം വിട്ടിട്ട് നീ തുള്ളി മറിയുന്നത് ഈ വേഷത്തിന്റെ വിശുദ്ധിയെ നഷ്ടപ്പെടുത്തി കളയുമെന്ന് അവിടെ കണവനെങ്കിലും പറഞ്ഞു കൊടുത്തു. അവനും കൂടെ നിന്നു തുള്ളി മറിയാൻ കൂട്ടത്തില്. അവനവന്റെ കാര്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെയാ. എന്നിട്ട് 100 വർഷം മുമ്പ് ബിഗ് ബാങ് തിയറി കണ്ടുപിടിച്ചത് ഐൻസ്റ്റീൻ ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ ശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഐൻസ്റ്റീൻ താത്ത എന്ന് പറയുന്ന മുബീന നിജാസ് വന്നത്. അപ്പൊ ഈ ഉസ്താദ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വന്ന് കരച്ചില. ഞാൻ കുറെ നാള് മുമ്പ് ചെയ്ത ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇപ്പൊ എടുത്തിട്ടിരിക്കുന്നത് എന്ന്. അല്ല ഉസ്താദെ, മുമ്പ് പറഞ്ഞതിൽ നിന്ന് ഉസ്താദിന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഇപ്പോഴുണ്ടോ? ഒരു അന്യപുരുഷനും ഒരു അന്യപ്പെടും ഉസ്താദ് തന്നെ പറയട്ടെ. ഞാൻ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ശൈലിയെ ഇല്ലാതാക്കി കളയുന്നില്ല. ഉസ്താദ് തന്നെ പറയുന്നതായിരിക്കും അതിൻ്റെ ഒരു താളവും രാഗവും ലയവും ശ്രുതിയും സ്വരവും ഒക്കെ ഒക്കണമല്ലോ, എല്ലാം കൂടി. ശരി, ഉസ്താദ് പറയട്ടെ. അതിരിക്കാൻ പറ്റുന്നില്ല. എന്തെന്നറിയോ, 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ കോഴിക്കോട് ബീച്ചിലേക്ക് ഇങ്ങനെ പോയപ്പോ ഒരു അന്യ സ്ത്രീയും അന്യ പുരുഷനും ഇങ്ങനെ സംസാരിക്കാണ് കോത്തുപിടിച്ചിട്ട്. എന്നെ കണ്ടപ്പോ അവർ 2 പേരും മാറി. അവിടെ ആരില്ലാത്ത സമയത്താണ് അവർ സംസാരിച്ചത്. പക്ഷെ എന്നെ കാണുമ്പോ അവർ മാറി. ചിലപ്പോ എന്നെ പേടിച്ചതായിരിക്കാം, ഇല്ലെങ്കിൽ ഈ വെള്ള വസ്ത്രം ഉസ്താദിന്റെ കണ്ണുകളിൽ നിന്നും ധാരധാരയായിട്ട് കണ്ണുനീരൊഴുകുവാണ് കേട്ടോ ഇത് പറയുമ്പോ. പാവ് കണ്ട് പേടിച്ചതായിരിക്കാം. അപ്പൊ മാറിയപ്പോ ഞാനിങ്ങനെ കരയാണ്. കാരണം എന്തെന്നറിയോ, എന്നെ കണ്ടപ്പോ അവർ മാറി. എന്തിനാ? പക്ഷെ ഞാൻ കണ്ടാൽ എന്തും ചെയ്യാൻ പോവില്ല. പക്ഷെ പഠിച്ചോന് അത് തുടങ്ങിയ മുതൽ അവസാനം വരെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പഠിച്ചോന് കാണുന്നുണ്ട് പറഞ്ഞുകൊണ്ട് പേടിച്ചിട്ടില്ല. എന്നെ പേടിച്ചപ്പോ എനിക്ക് വെച്ച ആ വില പഠിച്ചോന് വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നറിഞ്ഞ. ഞാനിത് റീച്ചിന് വേണ്ടി ഒന്നും പറയുന്നല്ല. ഇന്ന് ഭൂരിപക്ഷം ആൾക്കാർ അങ്ങനെ ചെയ്യാണ്. ഇന്ന് ട്രെയിനിൽ കയറിയാൽ ഇങ്ങനെ സംസാരിക്കുമ്പോ ഉസ്താദന്മാരെ കാണുമ്പോൾ ചിലപ്പോൾ മാറും. പക്ഷെ എന്താ പേടിയാണ്. പക്ഷെ അള്ള ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, അവർക്ക് ബോധമുണ്ട്. എന്നിട്ടും അവൻ അള്ള കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ടും സംസാരിക്കാണ്. ഈ കള്ളന്മാർ എത്തുമ്പോ ഏതെങ്കിലും ചില കുട്ടികൾ ആരെങ്കിലും കണ്ടുമ്പോ ഓടും. പക്ഷെ എന്താ, അവർ കണ്ടാൽ അത് വലിയ പ്രശ്നങ്ങളാകും. പക്ഷെ അള്ള കാണുമ്പോൾ പ്രശ്നമാവൂലേ? എനിക്ക് പറയാനുള്ളത്, ചിലപ്പോ ഇവിടൊക്കെ സുഖമായിരിക്കും ഇതൊക്കെ ചെയ്യല്. പക്ഷെ ഇതിന്റെ ഇരട്ടി നാളെ പരലോകത്ത് എന്തായാലും അനുഭവിക്കേണ്ടി വരും. എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്, എന്റെ വീഡിയോ കാണുന്ന സ്നേഹങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പെങ്ങന്മാരോട് എനിക്ക് പറയാനുള്ളത്, ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊന്നും ഇങ്ങനത്തെ പരിപാടിക്ക് നിൽക്കല്ലേ. ഞാൻ നിങ്ങൾ നല്ലേക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് മാക്സിമം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളി. ഇൻഷാ അല്ലാഹ് ഇങ്ങനൊന്നും ഇല്ലില്ല, ഇങ്ങനൊന്നും ആരും ആകത്തില്ല. ഇവരൊക്കെ പഠിച്ച് പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്യാനാണെന്നൊന്ന് ആലോചിച്ച് നോക്കി. ലോകത്തെക്കുറിച്ച് ചുറ്റിനും നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് ഒന്നും അറിയില്ല. ഇനി മതം മാത്രം പുഴുങ്ങി തിന്നതിന്റെ പേരിലാണ് ഇത് പറയുന്നതെങ്കിൽ ഇവർ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത് പറഞ്ഞിട്ട് പണം ഉണ്ടാക്കണം. ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലൊക്കെ ആണല്ലോ ഇവര് കിടന്ന് മറിയുന്നത് അത്രയും. അപ്പൊ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് ഇതിലൂടെയൊക്കെ ഇങ്ങനെ മതം വിറ്റ് തിന്നാം, കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ശരി, ഉസ്താദിന് വേറെ ചില വിഷയങ്ങൾ പറയാനുണ്ട്. ക്ഷമ ചോദിക്കുന്നുണ്ട്. എന്തെന്ന് പറഞ്ഞാല് ഇപ്പൊ ഫേസ്ബുക്കില് എന്നെ പറ്റി എല്ലാവരും പ്രചരിപ്പിക്കുന്നുണ്ട്, ട്രോളുന്നുണ്ട്. സത്യം പറഞ്ഞാല് ഞാൻ പറയാ, ആ വീഡിയോ പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ കണ്ട വീഡിയോ, അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്. കുറെ വർഷങ്ങളല്ല, 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്ത വീഡിയോ ആണ്. പക്ഷെ അത് ആരോ ഒരാൾ ഇപ്പൊ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട്, പിന്നെ അവനെ കണ്ടിട്ട് വേറെ ആളിട്ട് ഇങ്ങനെ ഇട്ടിട്ടുകൊണ്ട് എന്നെ പരിഹസിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ നല്ല രീതിക്ക് പറഞ്ഞതാണ്. പറഞ്ഞതിൽ കുറച്ച് തെറ്റുകളുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് അങ്ങനെ പറയുന്നില്ല. ഞാൻ പറഞ്ഞ നല്ല ഉദ്ദേശിച്ചതാണ്, പക്ഷെ അത് മാറിപ്പോയി എന്തായാലും. അതുകൊണ്ട് ഞാൻ പറയാണ് ട്രോളുന്നവരോട് എല്ലാവരോടും, എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, അതിനെ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ക്ഷമ ചോദിക്കുന്നുണ്ട്. ഇനി നല്ല നല്ല വീഡിയോസ് ഞാൻ ചെയ്യും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഇപ്പൊ ഒരുപാട് എല്ലാവരും എന്നെ എന്തൊക്കെ നല്ല നല്ല വീഡിയോകളൊക്കെ ചെയ്യണം. പ്രത്യേകിച്ച് സരോവരം പോലെയുള്ള പാർക്കുകളിൽ പോകണം. ആരാണ്, എവിടെയാണ്, എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ പറ്റുമെങ്കിൽ വീഡിയോയും പിടിച്ചോ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ നല്ലൊരു ഉദ്ദേശം, ഞങ്ങൾക്ക് പണം കിട്ടാനോ റീച്ച് കിട്ടാനോ അങ്ങനൊന്നും അല്ല. ഞാൻ നല്ല ഇങ്ങനെ മറ്റുള്ളവർക്ക് ഞാൻ കാരണം കൊണ്ട് ഒരാൾ എന്തെങ്കിലും ഒരു അറിവ് ചെയ്താണല്ലോ, അത് മതിയാവും എനിക്ക്. കാരണം ഞാൻ അതിപ്പോ ആ ഒരു കാരണമായിരിക്കും രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ ആ ഒരു ഉദ്ദേശത്തിലാണ് എല്ലാവർക്കും വീഡിയോ എത്തിച്ചു കൊടുക്കുന്നത്. അത് ഞങ്ങൾക്ക് വേറെ ഒന്നും ഒരു ഉദ്ദേശമില്ല. അതുകൊണ്ട് ആ ട്രോളുന്നവരോടും ആ വീഡിയോ കണ്ടവരോടും എല്ലാവരോടും പറയാൻ, ആരോ ഇതാക്കിയതാണ്. പക്ഷെ എന്തായാലും ക്ഷമ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഞാൻ തെറ്റുകാരൻ നിങ്ങൾ ഉദ്ദേശിക്കണ്ട. ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസിനായി ഇനി എപ്പോഴും ഇടും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ നോക്കുക. ഇൻഷാ നമ്മുടെ പേജസ് വളരെ നല്ലത്. ഒരു നിഷ്കളങ്കനാണെന്നാണ് കണ്ടിട്ട് തോന്നിയത് കേട്ടോ. പിന്നെ വിവരക്കേട് ഇവരുടെ കൂടപ്പുറപ്പാണല്ലോ. ശരി.
ക്ഷമ എന്റെ വീഡിയോ കണ്ടവരോട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞ 1-2 വർഷങ്ങൾക്ക് മുമ്പിട്ട വീഡിയോ ആണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലെ ആ വീഡിയോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല. എന്തായാലും എന്റെ ഭാഗത്ത് നിന്ന് തെറ്റ് സംഭവിച്ചു പോയി. എന്തായാലും മനുഷ്യനായതുകൊണ്ട് തെറ്റ് സംഭവിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. എന്തെന്ന് പറഞ്ഞാലുണ്ടല്ലോ, എല്ലാവരും എന്നെ തെറ്റിദ്ധാരണ എന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് പറഞ്ഞാല് ഞാൻ ഒല്ലാഹി സത്യം ഈ ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ, യൂട്യൂബിലൊക്കെ ഞാൻ വീഡിയോ ഇടുന്നത് ഒല്ലാഹി സത്യം ഞാൻ പിടിച്ച പോലെ എനിക്ക് പൈസ കിട്ടാനോ റീച്ചിന് വേണ്ടിയോ ആൾക്കാരുടെ മുമ്പിൽ വില കിട്ടാൻ വേണ്ടി അങ്ങനെയൊന്നുമില്ല. ഞാൻ കാരണം എന്താ പറഞ്ഞാൽ എന്തെങ്കിലും ദീന് പറഞ്ഞു കൊടുത്തുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ആരെങ്കിലും ഞാൻ പറഞ്ഞ ദീനിൽ ഏതെങ്കിലും ഒരാൾ ഒരു മനുഷ്യനെങ്കിലും ചെയ്തു പോയാലുണ്ടല്ലോ ചിലപ്പോൾ ആ കാരണമായിരിക്കും രക്ഷപ്പെടുന്നത്. ഞാൻ കളവ് പറയുന്നതല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്. അതിന്റെ കൂട്ടുകാരനെ പറയിപ്പിച്ചിട്ട ഒരു വീഡിയോ ആണ്. എന്തായാലും ഞാൻ അതിനെ പറ്റി വിശദീകരിക്കുന്നില്ല ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഞാൻ നല്ല വീഡിയോ എന്നും ഇടാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നാട്ടിലൊക്കെ എന്നെ പറ്റി എല്ലാവരും തെറ്റിദ്ധാരണ ഇരിച്ചിട്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രൂപത്തിലായിരിക്കുന്ന അത്ര ഇതാണ്. എല്ലാവരും എന്നെ പറ്റി കുറ്റപ്പെടുത്തി ചവിട്ടിയിട്ടു. എന്തായാലും എനിക്ക് വളരെ സങ്കടമുണ്ട്. ആ പ്രചരിപ്പിച്ചവരോടും എന്തായാലും ഈ വീഡിയോ ഇപ്പൊ വൈറലാക്കിയത് എന്തിന് എനിക്കറിയില്ല. അത്ര വർഷം മുമ്പിട്ട വീഡിയോ ഇപ്പൊ ഇങ്ങനെ വൈറലാവാൻ എനിക്ക് പോലും അറിയുന്നില്ല. 2 ദിവസം മുമ്പാണ് എനിക്ക് ഇങ്ങനെ കോളുകൾ വന്ന് നീ അങ്ങനെ ചെയ്ത് ഇസ്ലാമിനെ നാട്ടിൽപ്പെടുത്തി അങ്ങനെ ഏതെങ്കിലും ഉസ്താദന്മാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെ പറ്റി വിഷമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. എന്തായാലും ആ പ്രചരിപ്പിച്ചവൻ ആ കളിയാക്കിയ എനിക്ക് അള്ളാഹു താല എന്തായാലും കൊടുക്കും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സ്നേഹത്തോട് പറയാണ്. ഞാൻ എല്ലാ കാര്യം ദീന് പറയുന്ന നല്ലതിലേക്ക് വേണ്ടിയാണ്, അല്ലാത്തൊന്നും അല്ല. ഞാൻ കാരണം ഞാൻ പഠിച്ചത് നിങ്ങൾക്കും അറിയട്ടെ. അതുപോലെ നമ്മൾ ആരെയും ഒരാളെയും നമുക്ക് വെറുപ്പില്ല, ആരെയും ഒരാളെ ദേഷ്യമില്ല. നമ്മളെല്ലാവരും സ്നേഹത്തോടാണ്, എല്ലാവരും ഒരുപോലെയാണ്. അതുപോലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി എന്റെ കൂടെ വേണം. ഞാൻ ഇനിയും നല്ല വീഡിയോകൾ ഇടും ഇൻഷാ അല്ലാഹ്. പറഞ്ഞതല്ല ഉസ്താദ് പറഞ്ഞു, ശരി, അത് എടുത്ത് ചെയ്തവരെയാണ് ഉസ്താദ് ശപിക്കുന്നത് കേട്ടോ. സാരമില്ല, പഠിച്ചവൻ ചോദിച്ചോളൂ. ഉസ്താദെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഒന്നുകിൽ മതം പഠിക്കുക, അത് നന്നായി പഠിക്കുക, എന്നിട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ ഉപദേശിക്കുക. കാരണം പ്രവൃത്തിയിലില്ലാത്ത വാക്ക് വന്ധ്യയ്ക്ക് കുട്ടിയുണ്ടാകുന്നത് പോലെയാണ്. ഇതാണ് പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നത്. ആദ്യം പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിന്നാൽ മാത്രമേ മതം പറയാൻ പറ്റൂ എന്ന് വിചാരിക്കരുത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, 6-ാം നൂറ്റാണ്ടിലെ ആ പൊട്ടക്കണത്തിൽ കിടക്കുന്ന തവളകളെ പോലെ വെളിച്ചം വരാത്ത ദീനിയായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ, ഇന്ന് തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കുന്ന ജനതയ്ക്ക് മുമ്പിൽ നിങ്ങൾ കൊണ്ടുവച്ചാൽ അവർ ഈ രൂപത്തിൽ പുച്ഛിച്ച് തള്ളുകയും. ഒരാണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ, അവരൊന്ന് ഒരുമിച്ച് സംസാരിച്ചാൽ, അവരൊരുമിച്ച് യാത്ര ചെയ്താൽ, അവര് ഒന്ന് സംസാരിച്ചാൽ എന്തെങ്കിലും സംഭവിച്ചു പോകും എന്ന് ചിന്തിക്കുന്ന മതചിന്തകളിൽ നിന്നും മനുഷ്യന്മാരൊക്കെ മാറിപ്പോയി. പക്ഷേ നമ്മളിപ്പോഴും ആ മതചിന്തയിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇദ്ദേഹത്തിന്റെ മാത്രം കുഴപ്പമല്ല കേട്ടോ. നമ്മുടെ ബാലുശ്ശേരി അടക്കം പറഞ്ഞിട്ടുണ്ട്, ആണും പെണ്ണും അല്ലെ, 5 വയസ്സുള്ള കുട്ടിയെ കണ്ടാൽ പോലും പഠിപ്പിക്കുന്ന അധ്യാപകർക്ക്, അതായത് മദ്രസയിലെ അധ്യാപകർക്കാണെങ്കിൽ പോലും കയറി പിടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നത് അവരുടെ ഫാസ്റ്റ് ഫുഡിങ് സംവിധാനമാണ്. 1. 2, അവരുടെ ഹൈപ്പോതലാമസും പുരുഷ ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോണും ഒക്കെ അവരോട് പറയുമത്രേ, പെണ്ണേ നീ ഒരു ഇറച്ചി കഷ്ണമാണ് എനിക്ക് തിന്നാനുള്ള, അതുകൊണ്ടാണ് കയറി പിടിച്ചു പോകുന്നത് എന്ന് ബാലുശ്ശേരി പറഞ്ഞത്. സാരമില്ല, ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ ഉടനെ ഹൈപ്പോതലാമസ് ഇളകി എന്തൊക്കെ ഉദ്ദീപിപ്പിക്കുമെന്ന് ഒരു മതത്താത്ത കൂടി പറയുന്നുണ്ട്. കേട്ടുനോക്കാം. കടന്നേക്കാം, തുടങ്ങാം. മാറ്റങ്ങളുണ്ട്, അവർക്ക് ശാരീരികപരമായ വ്യത്യാസങ്ങളുണ്ട്. ഒരു പുരുഷന്റെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്, ഒരു പുരുഷന്റെ ലൈംഗിക തൃഷ്ണ എന്ന് പറയുന്നത് കാഴ്ചയാണ്. നഗ്നതയും അർദ്ധനഗ്നതയും കൊണ്ട് സ്ത്രീ പുരുഷന്മാരുടെ ഹൈപ്പോതലാമസ് എന്ന ലൈംഗിക ഗ്രന്ഥി ഉത്തേജിപ്പിക്കപ്പെടുകയും അവിടെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണുകൾ, ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ സ്ത്രീയുടെ ശാരീരികാവസ്ഥ, ജൈവികാവസ്ഥ അങ്ങനെയല്ല. സ്ത്രീകൾക്ക് അങ്ങനെ കാഴ്ച കൊണ്ട് അവർക്ക് ലൈംഗിക മോഹം ഉണ്ടാവുകയില്ല. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ത്രീ പുരുഷ ഹോർമോണുകൾ, ടെസ്റ്റോസ്റ്റിറോണുകൾ പുരുഷ ശരീരത്തിൽ അടിഞ്ഞുകൂടുമ്പോൾ അത് ഒരു തനിക്ക് ഉത്തേജിപ്പിക്കപ്പെടുന്ന വസ്തുവിനെ ആക്രമിക്കാനും കീഴടക്കാനുമുള്ള ഒരു ടെൻഡൻസി, അക്രമവാസന പുരുഷ ശരീരത്തിൽ ഉണ്ടാവുന്നു. അങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു ഘട്ടത്തിൽ, ആ ഒരു അവസ്ഥയിലേക്കാണ് സ്ത്രീയെയും പുരുഷനെയും, ആൺകുട്ടിയും പെൺകുട്ടിയും ഒന്നിച്ചിരുത്തണമെന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് വന്നത്. എന്നാൽ നമുക്ക് പറയാനുള്ള, താത്ത വേറെ മൂഡിലായതുകൊണ്ട് പറഞ്ഞ് താത്തക്ക് അങ്ങോട്ട് പിരിവിട്ടു. ആണിനെയും പെണ്ണിനെയും ഒരുമിച്ചിരുത്താൻ പറയുന്നു. പിന്നെ മതത്തിനകത്തുള്ള ശാസ്ത്രീയത എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതാണ്. ഒരു കുഞ്ഞു ശാസ്ത്രം കൂടെ കൽപ്പിച്ചാൽ
നിക്കാഹ് എന്ന പദത്തിന്റെ അർത്ഥം ഭോഗമാണെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ആരും വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ക്ലബ് ഹൗസിൽ ഗംഭീര അടിയായിരുന്നു. നിക്കാഹ് എന്ന് പറഞ്ഞാൽ വിവാഹമാണ് എന്ന് എതിർപക്ഷം. ഞാൻ പറഞ്ഞു അല്ല, ഭോഗമാണ്. ഇസ്ലാമിൽ അതിന്റെ അർത്ഥം ഭോഗമാണ്. അത് സ്വയം ഭോഗമായിരുന്നാലും നീ സമ്മിശ്ര ഭോഗമാണെങ്കിലും കുറെ ഉണ്ടല്ലോ നമ്മുടെ ഇതിൽ. അതെ, ഇതും കൂടി കേട്ടോ. ഖുർആനിലെ ശാസ്ത്രം അറിയണ്ടേ? മതം പഠിച്ചാൽ കിട്ടുന്ന ബെനിഫിറ്റുകളാണ് ഇതൊക്കെ. പറഞ്ഞു കൈകൊണ്ട് നിക്കാഹ് കഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാ. കൈകൊണ്ട് സുഖം എടുക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. അതേപോലെ യുവതികളായ സഹോദരിമാർ കൈക്രിയകൾ ചെയ്യുന്നുവെങ്കിൽ അവളും ശപിക്കപ്പെട്ടവളാണ്, അവളും ശപിക്കപ്പെട്ടവളാണ്. ആധുനിക സംവിധാനങ്ങൾ കൊണ്ട് ചൈനക്കാരന്മാരെ നിർമ്മിച്ചിരിക്കുന്ന സുഖലോലുപതയ്ക്ക് വേണ്ടിയുള്ള പാശ്ചാത്യ സംസ്കാരത്തെ കിടപിടിച്ചുകൊണ്ട് യന്ത്രങ്ങളിലൂടെയും ഇലക്ട്രിക് ഉപകരണങ്ങളിലൂടെയും പുരുഷന്മാരും സ്ത്രീകളും സ്വയം ഭോഗം നടത്തുന്നുവെങ്കിൽ പരിശുദ്ധ ഇസ്ലാം പറയുന്നു അത് നിഷിദ്ധമാ, അത് ഹറാമാ. അതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുക്കരുതേ. തന്റെ കൈകളിലുള്ള ശുക്ലങ്ങളുണ്ടല്ലോ, ഈ ശുക്ലങ്ങൾ നാളെ ആഖിറത്തിൽ നിന്റെ കൈകൾ ഹാജരാക്കുമ്പോ നിന്റെ കൈകളിലൂടെ ഒലിച്ചുപോയ ശുക്ലങ്ങൾ ഈ വിരൽ തുമ്പിൽ അത് കുട്ടികളെ പോലെ കിടന്നിട്ട് ഉപ്പാ 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 ഉമ്മ എന്ന് വിളിക്കുമ്പോ ഇതെങ്ങനെ ഉണ്ടായ കുട്ടികളാണ്, ഉമ്മയാണെന്ന് ചോദിക്കേണ്ടി വരും. കൂടുതലൊന്നും ഇങ്ങോട്ട് ചോദിക്കരുത്. ഈ ശുക്ലത്തിനറിയാം വാപ്പയെയും ഉമ്മയെയും ഒക്കെ. പരലോകത്ത് ഇതുവരെയുള്ള മുഴുവൻ മനുഷ്യരും വരുന്ന ഒരു മഹ്ശറാ സഭയാണല്ലോ. എങ്ങനായിരിക്കും തിരിച്ചറിയുന്നതെന്നൊന്നും അറിയത്തില്ല. പഠിച്ചോ നേരത്തെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് അതായത് നിന്റെ വാപ്പയാണ് നിന്റെ ഉമ്മയാണെന്നൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ഇത് പഠിച്ചിറങ്ങുന്ന ഒരു ഉസ്താദിനെയാണ് നമ്മളിപ്പോൾ കണ്ടത്. അവര് ഇപ്പൊ ഇതൊരു ചെറിയ പയ്യനാണല്ലോ, ഇവൻ പഠിച്ച് മൗലവിയായാൽ ഇതുപോലെ ഒരു ഉസ്താദായിട്ട് മാറും. ഈ തന്തയ്ക്ക് വിവരക്കേടിന് വല്ല കുറവുമുണ്ടോ? EP അബൂബക്കർ കാസ്മി എന്ന് പറയുന്ന പുരോഹിതനാ. വല്ല കുറവുമുണ്ടോ വിവരക്കേടിന്? അപ്പോൾ ചോദിക്കുന്നത് ഇതാണ്, 6-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഗോത്ര കിതാബുകൾ കാണാപ്പാഠം പഠിച്ച് ഇവര് പുതുതലമുറയ്ക്ക്, ഈ രാജ്യത്തിന്, മാനവകുലത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത്? എന്ത് ധാർമ്മികതയാണ് ഈ കിതാബുകളിൽ ഉള്ളത് എന്നതാണ് ചോദ്യം. നന്ദി.